ഏത് രാജാവാണേലും വരാൻ പറയടാ. ഈ ശേഖരനെയുള്ളൂ അവനെയൊക്കെ പേടി. നിന്റെ മുത്തച്ഛ പണ്ട് വനത്തിൽ നിന്നും വെട്ടിക്കൊണ്ടുവന്ന ഒന്നാന്തരം കാശാവ്യം പത്തൽ ഇരിപ്പുണ്ട് ഇവിടെ. എടുത്തു ഞാൻ അവൻ്റെയൊക്കെ തലമുണ്ട അടിച്ചു കീറും, മുത്തശ്ശി വീറോടെ പറഞ്ഞു. അവരിങ്ങോട്ടൊന്നും വരത്തില്ല മുത്തശ്ശി. ആദ്യം അങ്ങനെ പറഞ്ഞെന്നേയുള്ളൂ. യാദൃശ്ചികമായി പോലും അവരുടെ മുന്നിൽ ചെന്ന് പെടാതിരിക്കാൻ, ലിജോ ഇടപെട്ടു. ഓ, മുത്തശ്ശി ചിരികൂട്ടി. ചെന്ന് പെട്ടാൽ അവന്മാരെ ഏതാണ്ട് അങ്ങ് ഒലുത്തും. ഒരു കാര്യം ചെയ്യേ, അവന്മാരെ എനിക്കൊന്ന് കാണിച്ചു തടാ. അയ്യോ വേണ്ടായേ, അവിവേകമൊന്നും കാണിക്കല്ലേ. ആദ്യം മുത്തശ്ശിയെ തൊഴുതു. വെറുതെ പോന്ന പാമ്പിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി കടിക്കാൻ പറയല്ലേ മുത്തശ്ശി. അത് കേട്ട് എല്ലാവരും ചിരിച്ചു. എന്നാൽ ശേഖരൻ്റെയും സുഗന്ധിയുടെയും മുഖങ്ങൾ മാത്രം തെളിഞ്ഞില്ല. തോവാളയിലെ ഓരോ രംഗവും ഓർക്കുകയായിരുന്നു അവർ. സന്ധ്യ കഴിഞ്ഞു. പുളിത്തോട്ടത്തിലെ ആ കെട്ടിടത്തിൽ നിന്ന് ദേവനായകം ഇറങ്ങിയപ്പോൾ അരമണിക്കൂർ മുമ്പേ CI പരശുറാം പോയിരുന്നു. അഴകരാജയും ഉടുമ്പുമരുതും അടങ്ങുന്ന സംഘം തങ്ങളുടെ വാഹനങ്ങളിലും കയറി. കമ്പത്താണ് അവർ സ്റ്റേ ചെയ്യുന്നത്. ആദ്യയെ വീഴ്ത്താൻ എന്ത് കളിക്കും തയ്യാറായിരുന്നു അഴകരാജ. ഏത് സഹായവും പരശുറാമും ദേവനായകം ഏൽക്കുകയും ചെയ്തു. ഇത്തവണ ഡ്രൈവർ ശശിയെ കൂടാതെ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് വരികയായിരുന്നു ദേവനായകം. അഴകരാജയുമായി ഉണ്ടാക്കിയ വ്യവസ്ഥ മറ്റാരും അറിയരുതെന്ന് അയാൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. ജീപ്പ് ലോവർ പെരിയാർ പവർ ഹൗസ് പിന്നിട്ട് മുന്നോട്ട് പോയി. പെട്ടെന്ന് ഫോൺ ശബ്ദിച്ചു. അയാൾ അതെടുത്തു. താൻ എവിടെ എത്തി? പരശുറാമിൻ്റെ ശബ്ദം. കുമളിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ പെട്ടെന്ന് പോരെ. ഫോൺ കട്ടായി. അയാൾ ഫോൺ പോക്കറ്റിലിട്ടു. അടുത്ത നിമിഷം പിന്നിൽ നിന്ന് 2 തീക്കണ്ണുകൾ പാഞ്ഞെത്തി മുന്നിൽ കടന്നു. ഇന്നോവ. അത് റോഡിൽ വെട്ടിത്തിരിഞ്ഞ് റോഡിൽ കുറുകെ നിന്നു. ചീത്ത വിളിച്ചുകൊണ്ട് ദേവനായകം ബ്രേക്കിട്ടു. ഏയ്! അയാൾ തല പുറത്തേക്കിട്ടു. ആ സെക്കൻഡിൽ ഇന്നോവയുടെ പിൻഡോർ തുറന്ന് 2 പേർ ചാടിയിറങ്ങി. ദേവനായകത്തിന് അപകടം മണത്തു. എന്താ? പറയാം. അയാൾ കൈനീട്ടി ജീപ്പിൻ്റെ എൻജിൻ ഓഫ് ചെയ്തു. താക്കോൽ ഊരിയെടുത്തു. ഹെഡ്ലൈറ്റുകൾ തെളിഞ്ഞു തന്നെ നിന്നു. മുകളിലെ വളവിൽ ഒരു ലോറിയുടെ ബ്രേക്ക് അലറുന്ന ഒച്ച. രണ്ടാമൻ ദേവനായകത്തെ ജീപ്പിൽ നിന്ന് വലിച്ചിറക്കി. പ്രസിഡന്റ്, ഇന്നോവയിലേക്ക് കയറിക്കോ. എന്തിന്? അയാൾ കുതറി. തനിക്ക് ചിക്കൻ 65 വാങ്ങിച്ചു തരാൻ. അയാൾ പല്ലമർത്തി. ഈ പഴഞ്ചൻ ജീപ്പിലൊന്നും സഞ്ചരിക്കേണ്ട ആളല്ലല്ലോ താൻ. പറയുന്നതിനിടയിൽ അയാൾ ദേവനായകത്തെ ഇന്നോവയിലേക്ക് തള്ളി ഒപ്പം കയറി. ഡോർ വലിച്ചടച്ചു. താൻ 2 പേരുടെ നടുവിലാണെന്ന് ദേവനായകൻ കണ്ടു. മിന്നൽ വേഗത്തിൽ ഇന്നോവ മുന്നോട്ട് പോയി. റോഡിൽ നിന്നയാൾ ജീപ്പിലും കയറി. അതും ഇന്നോവയ്ക്ക് പിന്നാലെ പോയി. നിങ്ങളൊക്കെ ആരാ? ദേവനായകം തനിക്ക് ഇരുവശത്തും ഇരുന്നവരെ നോക്കി പരിഭ്രമിച്ച് തിരക്കി. ഞാൻ ആരാണെന്ന് ശരിക്കറിയാതെയാണ് നിങ്ങൾ? അയാൾ പൂർത്തിയാക്കും മുമ്പ് മുന്നിൽ നിന്ന് ശബ്ദം വന്നു. പിന്നെ സാറിനറിയാത്തവരാരാ ഈ കുമളിയിലുള്ളത്? ഒപ്പം ആ മനുഷ്യൻ പിന്നോട്ട് തിരിഞ്ഞു. എതിരെ വന്ന ലോറിയുടെ വെളിച്ചത്തിൽ ആ മനുഷ്യനെ ദേവനായകൻ തിരിച്ചറിഞ്ഞു. DYSP ഉസ്മാൻ അൻസാരി. അതോടെ ദേവനായകത്തിൻ്റെ സകല ഊർജവും പോയി. അയാളുടെ ഫോൺ പിന്നെയും ശബ്ദിച്ചു. ഇത്തവണ അയാളുടെ പോക്കറ്റിൽ കൈയിട്ട് അതെടുത്തതും അറ്റൻഡ് ചെയ്തതും അബു സലീമാണ്. അപ്പുറത്ത് നിന്ന് പരശുറാമിൻ്റെ വാക്കുകൾ. പ്രസിഡന്റേ, നിങ്ങളെ തേടി ആ കഴിവേറുമോൻ ഇറങ്ങിയിട്ടുണ്ട്. ഉസ്മാൻ അൻസാരിയും അത് കേട്ടു. കട്ടപ്പന DYSP ഓഫീസിന് പിന്നിലുള്ള ഒരു പഴയ കെട്ടിടം. അതിനുള്ളിലെ മിന്നാമിനിങ്ങിൻ്റെ വെളിച്ചം പോലുമില്ലാത്ത ഒരു മുറി. കൈകൾ പിന്നിലേക്ക് ബന്ധിക്കപ്പെട്ട നിലയിൽ ഇരിക്കുകയാണ് കുമളി പഞ്ചായത്ത് പ്രസിഡന്റ് ദേവനായകം. കടുത്ത ചൂടിൽ അയാളുടെ ശരീരം കുടുക്കുടെ വിയർത്തു. ശരീരത്തോട് വസ്ത്രം മുട്ടി. ഉസ്മാനും സംഘവും ദേവനായകത്തെ കസ്റ്റഡിയിൽ എടുത്ത ശേഷം ഇവിടേക്കാണ് കൊണ്ടുവന്നത്. അതിനിടെ ഉസ്മാൻ പറഞ്ഞത് ഇത്ര മാത്രം. ജയന്തൻ മർഡർ കേസ് എത്രയും വേഗം തെളിയിക്കേണ്ടതുണ്ട് ദേവനായകം. അതുകൊണ്ട് താൻ സാധാരണ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചെയ്യലൊന്നും പ്രതീക്ഷിക്കേണ്ട. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം സത്യസന്ധമായി പറഞ്ഞു തരാൻ മനസ്സിൽ കരുതി വെച്ചോ. മാപ്പുസാക്ഷിയായിട്ടെങ്കിലും നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ അതേയുള്ളൂ മാർഗം. ഇപ്പോൾ താൻ എവിടെയാണെന്ന് ആ പോലീസുകാർക്കല്ലാതെ മറ്റാർക്കും അറിയില്ലെന്ന് ദേവനായകം ഓർത്തു. പരശുറാം സാർ തന്നെ തേടിക്കൊണ്ടിരിക്കുകയാവും. തൻ്റെ സെൽഫോണും അവർ മടക്കി തന്നിട്ടില്ല. ദേവനായകത്തിന് വല്ലാത്ത ദാഹം തോന്നി. മുറിയിലെ ഇരുട്ടിലൂടെ പെരുച്ചാഴികൾ വല്ലാത്ത ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ഓടുന്ന ഒച്ച. ഒരുപക്ഷെ അവയെ പാമ്പുകൾ ഓടിക്കുകയാണെന്ന് ദേവനായകം ഭയന്നു. അപ്പോൾ അയാൾക്ക് മുന്നിൽ ഒരു വാതിൽ തുറക്കപ്പെട്ടു. അപ്പുറത്തെ വെളിച്ചത്തിൻ്റെ ഒരു ദീർഘചതുര കഷ്ണം മുറിയിലേക്ക് വീണു. 2 ഇരുണ്ട രൂപങ്ങൾ മുറിയിലേക്ക് കടന്നതും വാതിൽ അടഞ്ഞു. വീണ്ടും കണ്ണിൽ കുത്തിയാൽ അറിയാത്ത ഇരുട്ട്. തൻ്റെ അരികിലേക്ക് വരുന്ന കാലൊച്ചകൾ. ഒരു നിശ്ചിത അകലത്തിൽ അതും നിലച്ചു. വീണ്ടും ഭയാനകമായ നിശബ്ദത. ദേവനായകം കസേരയുൾപ്പെടെ വിറച്ചു. പെട്ടെന്ന് അയാളുടെ തലയ്ക്ക് മുകളിൽ ഒരു ബൾബ് കത്തി. വെളിച്ചത്തിൻ്റെ ഒരു വീശുവല ദേവനായകത്തെ പൊതിഞ്ഞു. ദേവനായകത്തിന് ചുറ്റും 5 അടി അകലത്തിൽ മാത്രമേ ആ വെളിച്ചം പതിഞ്ഞുള്ളൂ. ബാക്കി ഭാഗം ഇപ്പോഴും ഇരുൾ ഘനീഭവിച്ച് കിടക്കുകയാണ്. ദേവനായകൻ കണ്ണുകൾ ചിമ്മി തുറന്നു നോക്കി. വെളിച്ചവുമായി പതുക്കെ താതാത്മ്യം പ്രാപിച്ചപ്പോൾ കണ്ടു, വെളിച്ചത്തിനപ്പുറത്ത് അയാളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന 2 പേർ. SIമാരായ അബു സലീമും ബ്രിട്ടാസും. ഉടൻ ആ മനുഷ്യനും വെളിച്ചത്തിലെത്തി. DYSP ഉസ്മാൻ അൻസാരി. സാധാ ലോക്കൽ പോലീസിൻ്റെ മുന്നിൽ താനിറക്കുന്ന വേലത്തരങ്ങളും ഭീഷണിയുമൊന്നും
ഞങ്ങളുടെ അടുത്ത് എടുക്കില്ലെന്ന് വിശ്വസിച്ചോട്ടെ ദേവനായകം? വിശ്വസിക്കാം. മച്ചിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു നരിച്ചീറിൻ്റെ കണ്ണുകളിലെ തീപ്പൊരിത്തിളക്കം അയാൾ കണ്ടു. ദേവനായകം ഉസ്മാൻ ഒരടി കൂടി മുന്നോട്ട് വച്ചു. സാർ, ഒന്നും വിട്ടുപോകാതെ പറഞ്ഞോ എല്ലാം. തൻ്റെ നാവിൻ തുമ്പിൽ വരുന്നത് കളവാണെന്ന് തോന്നിയാൽ ഇവർ കലാപരിപാടികൾ ആരംഭിക്കും, മറക്കണ്ട. ഞാൻ പറയാം സാർ. എങ്കിൽ തുടങ്ങിക്കോ. ആരാ ജയന്തനെ കൊന്നത്? ഉസ്മാൻ അൻസാരിയുടെ നോട്ടം അയാളുടെ കണ്ണുകളിൽ പതിഞ്ഞു. ഞാനല്ല സാർ. അത് ഞങ്ങൾക്കും അറിയാം. അതിനുള്ള ചങ്കുറപ്പൊന്നും തനിക്കില്ല. പക്ഷേ തനിക്ക് ചെയ്യിക്കാമല്ലോ. ദേവനായകൻ നടുങ്ങി. ഇക്കാര്യത്തിൽ ഞാൻ തീർത്തും നിരപരാധിയാണ് സാർ. അബു, ഉസ്മാൻ വിളിച്ചു. തുടങ്ങട്ടെ സാർ? അയാൾ മുന്നോട്ടാഞ്ഞു. അയ്യോ വേണ്ട സാർ. ദേവനായകൻ കസേരയിൽ തലയിട്ടടിച്ചു. ഞാൻ ഈ പറഞ്ഞത് സത്യം തന്നെയാ. പിന്നെ ആരാ അത് ചെയ്തത്, അല്ലെങ്കിൽ ചെയ്യിച്ചത്? ഉസ്മാൻ്റെ ശബ്ദം മാറി തുടങ്ങി. ഇന്ന് രാവിലെയും ഞാനും പരശുറാം സാറും തമ്മിൽ ഇക്കാര്യം പറഞ്ഞ് തർക്കമുണ്ടായതാ. എൻ്റെ ബലമായ സംശയം പരശുറാം സാറോ അയാൾ ഏർപ്പെടുത്തിയ ആരെങ്കിലുമോ ഇത് ചെയ്തതെന്നാ. അടുത്ത ചോദ്യം ബ്രിട്ടാസിൻ്റെ വകയായിരുന്നു. അങ്ങനെ സംശയിക്കാൻ കാരണം? ദേവനായകം ഒന്ന് പരിങ്ങി. പിന്നെ പറഞ്ഞു. ജയന്തൻ ഇല്ലാതാവേണ്ടത് അയാളുടെ കൂടി ആവശ്യമായിരുന്നു. ആദ്യം മുതൽ എല്ലാം വ്യക്തമായിട്ട് പറ. ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം ദേവനായകം പറഞ്ഞു തുടങ്ങി. അതുവരെ ചെയ്തതും നേടിയതും എല്ലാം. എങ്ങനെയെങ്കിലും ആ മുറിയിൽ നിന്ന് പുറത്തു പോകണമെന്നേ അയാൾക്കുണ്ടായിരുന്നുള്ളൂ. ഉസ്മാൻ അൻസാരിയും സംഘവും എല്ലാം കേട്ട് ഞെട്ടിത്തരിച്ചു നിന്നു. ജലസേചന മന്ത്രി ചെട്ടിക്കുളങ്ങര സദാശിവൻ ഉൾപ്പെടെയുള്ള ഒരു വൻ റാക്കറ്റിൻ്റെ ചിത്രമാണ് ദേവനായകത്തിൻ്റെ നാവിൽ നിന്ന് വെളിവായിക്കൊണ്ടിരിക്കുന്നത്. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പേരിൽ വാങ്ങിക്കൂട്ടിയിരിക്കുന്ന അളവറ്റ ഭൂമി എല്ലാം പൊട്ടിപ്പോയേക്കാം എന്ന ഭീതി പരത്തി ജനങ്ങൾ കിട്ടുന്ന വിലയ്ക്ക് വസ്തുവകകൾ വിറ്റുപെറുക്കി പലായനം ചെയ്യാനുള്ള ചിലരുടെ ബുദ്ധി. പുതിയ ഡാം പണിതാൽ തമിഴ്നാട് സർക്കാർ വെള്ളത്തിന് പുതുക്കിയ വില നൽകേണ്ടി വരുമെന്ന് പൊതുവെ ആശങ്കയുണ്ട്. അത് നൽകാതിരിക്കാൻ മാറി മാറി വരുന്ന കേരള ഭരണാധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കും അവർ നൽകുന്ന ഭീമമായ തുക. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദേവനായകം കഴുത്തൊടിഞ്ഞതുപോലെ കസേരയിൽ തലക്കുമ്പിട്ടിരുന്നു. അല്പനേരത്തെ മൗനം. ഉസ്മാൻ അൻസാരി അയാളുടെ തല പിടിച്ചുയർത്തി. വാസ്തവത്തിൽ ഈ മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമോ ദേവനായകം? തളർന്ന ശബ്ദത്തിൽ അയാൾ മറുപടി നൽകി. അതിനുള്ള സാധ്യത അടുത്ത കാലത്തൊന്നും ഉണ്ടാവില്ലെന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. അതല്ലെങ്കിൽ കനത്ത ഭൂചലനം ഉണ്ടാവണം. ബ്രിട്ടീഷുകാർ അത് നിർമ്മിച്ചിരിക്കുന്നത് അങ്ങനെയാ സാറേ. കല്ലുകൾ പരസ്പരം കോർത്തു കിടക്കുന്ന ഒരു രൂപത്തിൽ. അതിനിടയിലെ കുമ്മായവും സുർക്കിയും ഒഴുകിപ്പോകുന്നുണ്ട് എന്നത് നേര്. അതുവഴി വെള്ളവും കുറേശ്ശെ പോയെന്നിരിക്കും. പക്ഷേ ഡാം തകരാൻ അതൊരു കാരണമാവില്ല. പക്ഷേ അയാൾ പെട്ടെന്ന് നിർത്തി. പറയടോ, എന്താ ബാക്കി വിഴുങ്ങിക്കളഞ്ഞത്? ഉസ്മാന് ദേഷ്യം വന്നു. ദേവനായകൻ തലയുയർത്തി അയാളെ ദയനീയമായി നോക്കി. ഞാനിനി പറയുന്നത് പുറത്തറിഞ്ഞാൽ എന്നെ കൊല്ലാനും ആളുണ്ടാവും സാർ. അയാളുടെ മുഖത്ത് ഭീതി ഒരു വലയം തീർക്കുന്നത് ഉസ്മാൻ കണ്ടു. അതിപ്പോൾ പുറത്തറിഞ്ഞില്ലെങ്കിലും ഉണ്ടാവും. താൻ കാര്യം പറഞ്ഞോ, ബാക്കിയൊക്കെ പിന്നീടല്ലേ. ഡാം തകർക്കാനും ചിലപ്പോൾ സാധ്യതയുണ്ട് സാർ. ഒരു ബോംബ് തലയിൽ വീണതുപോലെ പോലീസ് ഉദ്യോഗസ്ഥർ കിടുങ്ങി. ആര്? എന്തിന്? ആരെന്ന് വ്യക്തമല്ല സാർ. പക്ഷേ എല്ലാ സത്യങ്ങളും പുറത്തു വന്നാൽ അവർ അത് ചെയ്തേക്കും. തങ്ങൾ പിടിക്കപ്പെടാതിരിക്കാനും തങ്ങളുടെ പങ്ക് പുറത്താകാതിരിക്കാനും. അതോടെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ മണ്ണിനടിയിലായിക്കൊള്ളുമല്ലോ. തങ്ങൾ കരുതിയതിലും അപ്പുറമാണ് കാര്യങ്ങളുടെ കിടപ്പെന്ന ബോധ്യമായി ഉസ്മാന്. അതേ നിമിഷം അയാൾ മറ്റൊന്നുകൂടി തിരിച്ചറിഞ്ഞു. ദേവനായകത്തിന് പോലും സംശയം തോന്നുന്ന ഒരു കാര്യം. ഈ പറഞ്ഞ വില്ലന്മാർക്കപ്പുറം മറ്റാരൊക്കെയോ കൂടിയുണ്ട്. ഡാം പൊളിക്കുന്നതുകൊണ്ട് അവർക്കുള്ള നേട്ടം ഈ പറഞ്ഞതിനേക്കാൾ വലുതാണ്. കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ ചെറിയ സ്ഫോടനങ്ങൾ അവർ നടത്തിയിട്ടുണ്ടെങ്കിലും ഇതുവഴി അവർക്ക് ലോകശ്രദ്ധ നേടാനും മറ്റുള്ളവരെ ഭയപ്പെടുത്താനും കഴിയും. ഇനി അതല്ല ഉദ്ദേശമെങ്കിൽ നേരത്തെ ദേവനായകൻ പറഞ്ഞവർക്ക് പിന്നെയുമുണ്ട് ലാഭം. ഒഴുകിപ്പോകുന്ന 5 ജില്ലകളുടെ പുനരുദ്ധാരണത്തിന് സഹസ്ര കോടിക്കണക്കിന് രൂപയുടെ ചെലവാണ് ഉണ്ടാവുക. സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് കരകയറാൻ കേരളത്തിന് പെടാപ്പാടുപെടേണ്ടി വരും. പുനരുദ്ധാരണത്തിന് ഉപയോഗിക്കുന്ന ഫണ്ടും ഇടനിലക്കാരുടെ കൈകളിൽ എത്തിച്ചേരും. അതുകൊണ്ട് തങ്ങൾ ജയന്തൻ്റെ കേസ് മാത്രമേ അന്വേഷിക്കുന്നുള്ളൂ എന്ന് മറ്റുള്ളവർക്ക് തോന്നണം. പക്ഷേ പിടിവീഴുന്നത് സകല കൊമ്പന്മാർക്കും കൂടിയായിരിക്കണം. ഉസ്മാൻ അൻസാരി തിരിഞ്ഞു ബ്രിട്ടാസിന് ഒരാംഗ്യം കാണിച്ചു. പെട്ടെന്ന് മുറി മുഴുവൻ വെളിച്ചം നിറഞ്ഞു. കണ്ണുകൾ ചിമ്മിത്തുറന്ന ദേവനായകൻ ഞെട്ടലോടെ കണ്ടു. 3 ആംഗിളുകളിലായി തന്നെ ഫോക്കസ് ചെയ്തിരിക്കുന്ന ക്യാമറകൾ. താൻ പറഞ്ഞ കാര്യങ്ങൾ അതേപടി അവ ഒപ്പിയെടുത്തിട്ടുണ്ട്. എനിക്ക് വെള്ളം വേണം സാർ, അയാൾ പറഞ്ഞു. അവസരം ദേവനായകത്തെ അഴിച്ചുവിട്ടു. കുടിക്കാൻ മിനറൽ വാട്ടർ കൊടുത്തു. ഒരുപാട് ദിവസം മരുഭൂമിയിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടന്നവൻ്റെ പാരവശ്യത്തോടെ ദേവനായകം ഒരു കുപ്പി വെള്ളവും കുടിച്ചു തീർത്തു. പ്രസിഡന്റ്, ഞങ്ങൾ തന്നെ കസ്റ്റഡിയിലെടുത്തെന്ന് ചോദ്യം ചെയ്തെന്നോ മറ്റാരും അറിഞ്ഞാൽ പിന്നീടുള്ള പ്രഭാതം പോലും അവർ നിങ്ങളെ കാണിക്കില്ല. താൻ ഭയപ്പെടുന്നവർ തന്നെ നിങ്ങളെ തീർക്കും, ഉസ്മാൻ അൻസാരി ഓർമ്മപ്പെടുത്തി. ഇല്ല സാർ, ഞാൻ മിണ്ടില്ല. അയാൾ മുണ്ടിൻ്റെ അഗ്രമെടുത്ത് മുഖം തുടച്ചു. ശരി, പുറത്ത് തൻ്റെ ജീപ്പ് കിടപ്പുണ്ട്, പോയിക്കോ. ബ്രിട്ടാഷ് വാതിൽ തുറന്നു സെൽഫോണും തിരിച്ചു നൽകി.
പ്രാണൻ തിരിച്ചു കിട്ടിയ ആവേശത്തോടെ ദേവനായകൻ പുറത്തേക്ക് ഓടി. ജീപ്പ് സ്റ്റാർട്ടാകുന്നതും പാഞ്ഞു പോകുന്നതും അവർ കേട്ടു. അടുത്ത പ്രഭാതത്തിൽ തൻ്റെ സെൽഫോൺ നിർത്താതെ ശബ്ദിക്കുന്നത് കേട്ടാണ് ഉസ്മാൻ അൻസാരി ഉണർന്നത്. അയാൾ കൈനീട്ടി ടീപ്പോയിൽ നിന്ന് ഫോൺ എടുത്തു. അപ്പുറത്ത് ഹെഡ് കോൺസ്റ്റബിൾ ലെനിൻ ആലക്കോടനായിരുന്നു. അറ്റൻഡ് ചെയ്തപ്പോഴേ ലെനിൻ്റെ തിടുക്കത്തിലുള്ള ശബ്ദം കേട്ടു. സാർ, ആ ദേവനായകമില്ലേ? അയാൾ സൂയിസൈഡ് ചെയ്തു. ഉസ്മാൻ ചാടി എഴുന്നേറ്റു. ഞാൻ ഉടൻ വരാം. കുമളി ബസ് സ്റ്റാൻഡ്. ടാക്സി സ്റ്റാൻഡിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു മരത്തിൽ തൂങ്ങിക്കിടക്കുകയാണ് കുമളി പഞ്ചായത്ത് പ്രസിഡന്റ് ദേവനായകത്തിൻ്റെ ശരീരം. ഉടുത്തിരിക്കുന്ന മുണ്ട് പിരിച്ച് അതിലാണ് കുരുക്കിട്ടത്. സമീപത്ത് തന്നെ അയാൾ ഉപയോഗിച്ച ജീപ്പും കിടപ്പുണ്ട്. വിവരമറിഞ്ഞപ്പോൾ മുതൽ ആളുകൾ തിങ്ങിക്കൂടിയിരിക്കുകയാണ്. കുറേ കാലം ഭാര്യയായി കൊണ്ടു നടന്ന ഒരു സ്ത്രീയെ തമിഴ്നാട്ടുകാരനായ ഒരാൾ ജനങ്ങൾക്ക് മുന്നിൽ വെച്ച് കഴുത്തറുത്തു കൊന്നതിൻ്റെ നടുക്കത്തിൽ നിന്ന് മോചിതരായിട്ടില്ലായിരുന്നു കുമളി നിവാസികൾ. അതിനിടയിലാണ് അടുത്ത സംഭവം. ജനത്തിരക്ക് കാരണം റോഡ് ബ്ലോക്കായി. അവരെ അകറ്റി നിർത്താനുള്ള പോലീസിൻ്റെ ശ്രമം വിജയിച്ചില്ല. സാജനാണ് ആദ്യയെയും ലിജോയെയും ഫോൺ ചെയ്ത് വിവരമറിയിച്ചത്. വളരെ പെട്ടെന്ന് തന്നെ അവരും എത്തി. കടകളൊന്നും തുറന്നിരുന്നില്ല. ഇന്നിനെ തുറക്കരുതെന്ന് ആദ്യം മർച്ചൻ്റ് അസോസിയേഷൻസുകാരോട് പറഞ്ഞിരുന്നു. മൃതദേഹത്തിൻ്റെ തൊട്ടടുത്തേക്ക് ആദ്യം ലിജോയും നീങ്ങി നിന്നു. ദേവനായകം ഇങ്ങനെയൊരു തീരുമാനമെടുക്കാണ്ടായ കാരണങ്ങളാണ് അവർ ചിന്തിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് അഴകരാജയും ഉടുമ്പുമരുന്നുമായി സംഗമിച്ചതിൻ്റെ പരിണിത ഫലമാകുമോടോ ഈ ആത്മഹത്യ? ലിജോയ്ക്ക് നേരെ തിരിഞ്ഞ് ആദ്യ ശബ്ദം താഴ്ത്തി. അങ്ങനെയൊരു സംശയം ലിജോയ്ക്കും ഉണ്ടായിരുന്നു. എന്നാൽ മഴയില്ലാത്ത അവസരങ്ങളിൽ ബസ് സ്റ്റാൻഡിലെ വെയിറ്റിംഗ് ഷെഡിലും റോഡിനപ്പുറത്തെ കടത്തിണ്ണകളിലുമൊക്കെ ആളുകളുണ്ടാവും. പോരെങ്കിൽ വളരെ അടുത്താണ് പോലീസ് സ്റ്റേഷൻ. തമിഴ്നാട്ടിൽ നിന്ന് രാത്രികാലങ്ങളിലും അവിടെ വരെ ബസ് സർവീസും ഉണ്ട്. വെളുപ്പിന് ബസ്സിൽ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പോകാൻ വരുന്നവരും അവിടെ ഉണ്ടാകുക സാധാരണമാണ്. അപ്പോൾ പിന്നെ ഇങ്ങനൊരു സ്ഥലം ദേവനായകം ആത്മഹത്യയ്ക്ക് തിരഞ്ഞെടുക്കുമോ? അതാണ് അവരിൽ സംശയമുണ്ടാക്കിയത്. ഒരു പോലീസ് വാഹനത്തിൻ്റെ മൂളൽ. ആദ്യം ലിജോയും തിരിഞ്ഞു നോക്കി. ജനങ്ങൾക്കിടയിലേക്ക് ഫോൺ മുഴക്കി കടന്നു വന്ന് ജീപ്പ് നിന്നു. CI പരശുറാം ജീപ്പിൽ നിന്നിറങ്ങിയതേ അയാൾ പോലീസുകാർക്ക് നിർദ്ദേശം നൽകി. ആളുകളെ മാറ്റി നിർത്ത്. എന്നിട്ട് ആരോടൊന്നില്ലാതെ വിളിച്ചലറി. എന്തു കൂത്തു കാണാനാടാ നിങ്ങളിങ്ങനെ തിങ്ങിക്കൂടി നിൽക്കുന്നത്? പിന്നെ നോക്കിയത് ആദിയുടെ മുഖത്തേക്കാണ്. കാഴ്ച ഒരുക്കി വെച്ചിട്ട് ജനം അത് കാണുന്നതായി കുറ്റം. അവൻ പതുക്കെയാണ് പറഞ്ഞതെങ്കിലും പരശുറാം അത് കേട്ടു. മറുപടി പറയാതെ അയാൾ പല്ലിറുമ്മി. അപ്പോഴേക്ക് മാധ്യമപ്രവർത്തകരും എത്തി. ക്യാമറകൾ കൺതുറന്നു. നിങ്ങളങ്ങോട്ട് മാറി നിൽക്കണം. അയാൾ ലിജോയെ നോക്കി. ഞങ്ങൾ മാറി നിന്നാൽ ദേവനായകം സാറ് കെട്ടഴിച്ച് താഴെ ഇറങ്ങി വന്ന് കൈയും വീശി നടന്നു പോകുമോ സാർ? അയാളുടെ മുഖത്തേക്ക് തന്നെ നോട്ടം കുത്തി നിർത്തിക്കൊണ്ടായിരുന്നു ലിജോയുടെ ചോദ്യം. കത്തുന്ന ഒരു നോട്ടം മാത്രം മറുപടി. ഇനി ഈ കുമളിയിൽ ആരൊക്കെ എവിടെയൊക്കെ തൂങ്ങി നിൽക്കുമെന്ന് ആർക്കറിയാം? പാപത്തിൻ്റെ ശമ്പളം മാത്രമല്ല, ബോണസും കൂടിയാണ് മരണമെന്ന് ഇപ്പോൾ ബോധ്യമായി. ആദ്യം അല്പം പിന്നോട്ട് മാറി നിന്നു. ഫോട്ടോഗ്രാഫർമാർ ബോഡിയുടെ വിവിധ ആംഗിളുകളിലുള്ള ചിത്രങ്ങൾ എടുക്കുകയാണ്. പോലീസിൻ്റെ ഒരു ഇന്നോവ കൂടി പാഞ്ഞെത്തി. അതിൽ നിന്ന് ഉസ്മാൻ അൻസാരിയും സംഘവും ഇറങ്ങി. പരശുറാം ഉൾപ്പെടെ അവിടെയുണ്ടായിരുന്ന പോലീസുകാരെ പെട്ടെന്ന് അലർട്ടായി. ഉസ്മാനെ അവർ സല്യൂട്ട് ചെയ്തു. ആരെയും ശ്രദ്ധിക്കാതെ ഉസ്മാൻ ദേവനായകത്തിൻ്റെ ബോഡിക്കരികിലെത്തി. പിന്നെ ആകമാനം ഒന്ന് നോക്കി. തറയിൽ നിന്ന് 4 അടി ഉയരത്തിലാണ് ദേവനായകത്തിൻ്റെ കാലുകൾ തൂങ്ങിക്കിടക്കുന്നത്. മരത്തിൽ കയറാതെ കഴുത്തിൽ കുരുക്കിടാൻ സാധിക്കില്ല. ഉസ്മാൻ അൻസാരിയുടെ കണ്ണുകൾ മരത്തിൻ്റെ തടിയിൽ ഇഴഞ്ഞു. അധികം ഉയരമോ വണ്ണമോ ഇല്ലാത്ത മരമാണ്. ശിഖരത്തിൽ കയറിയിരുന്ന് കുരുക്കിടുക ബുദ്ധിമുട്ടാവും. മറ്റെന്തെങ്കിലും താഴെ വെച്ച് അതിൽ കയറി നിന്നതിൻ്റെ ലക്ഷണവുമില്ല. അയാളുടെ നെറ്റി ചുളിഞ്ഞു. മരത്തിൽ 3 ചെറിയ ബോർഡുകൾ ആണിയിൽ തൂക്കിയിട്ടുണ്ട്. അത് 3 ദിശകളിലേക്കാണ്. വസ്ത്രവ്യാപാര സ്ഥാപനത്തിൻ്റെ ബോർഡുകളാണ് അതിൽ 2 എണ്ണം. ഒരെണ്ണം ടാക്സി സ്റ്റാൻഡ് എന്നെഴുതിയതും. ഉസ്മാൻ കൈ ഉയർത്തി അവയിൽ പിടിച്ചു നോക്കി. ബലക്ഷയം ഒന്നുമില്ല. മരത്തിലൂടെയാണ് ദേവനായകം കയറിയതെങ്കിൽ ഒന്നുകിൽ ബോർഡുകൾക്ക് ഇളക്കമുണ്ടാവണം. അവയിൽ ചവിട്ടാതെ കയറാനാവില്ല. അല്ലെങ്കിൽ ദേവനായകത്തിൻ്റെ കാൽപാദത്തിൽ തകരം കൊണ്ട പാടോ മുറിവോ ഉണ്ടാവണം. മരിക്കാൻ പോകുന്ന ആൾ ശ്രദ്ധാപൂർവം മരത്തിൽ കയറണമെന്നില്ല. ഉസ്മാൻ ബോഡിയുടെ കാൽവെള്ളം പരിശോധിച്ചു. അതുമില്ല. രാത്രി ദേവനായകം പറഞ്ഞ കാര്യങ്ങൾ അയാളുടെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് തയ്യാറാക്കുവാൻ അയാൾ കുമളി SIക്ക് നിർദ്ദേശം നൽകി. തുടർന്ന് കൂടുതൽ പോലീസിനെ വരുത്തി റോഡ് ക്ലിയർ ചെയ്തു പ്രേതം അഴിച്ചിറക്കി. പെട്ടെന്ന് ഉസ്മാൻ്റെ കണ്ണുകൾ ഇടുങ്ങി. ദേവനായകത്തിൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ സെൽഫോൺ. മരത്തിൽ കയറി കുനിഞ്ഞിരുന്ന മുണ്ട് ശിഖരത്തിൽ കെട്ടുകയായിരുന്നെങ്കിൽ തീർച്ചയായും ഫോൺ തറയിൽ പോകേണ്ടതാണ്. അയാൾ കർച്ചീഫ് കൂട്ടിപ്പിടിച്ച് ആ ഫോൺ എടുത്തു. പരശുറാം ഇടം കണ്ടിട്ട് അയാളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഉസ്മാൻ ആ ഫോൺ പരിശോധിച്ചു. അത് സ്വിച്ച് ഓഫ് ആയിരുന്നു. ഓൺ ചെയ്ത് അതിലെ ഫോൺ ബുക്ക് എടുക്കാൻ ശ്രമിക്കവേ പെട്ടെന്ന് ഡിസ്പ്ലേ സ്ക്രീനിൽ ചില അക്ഷരങ്ങൾ തെളിഞ്ഞു. സിം കാർഡ് ആബ്സെൻറ്റ്. ഉസ്മാൻ ഫോൺ തൻ്റെ പോക്കറ്റിൽ വെച്ചു. ദേവനായകത്തിൻ്റെ ബോഡി ആംബുലൻസിൽ കയറ്റി.
അത് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ CI പരശുറാമിനെ വിളിച്ച് ഉസ്മാൻ അല്പം അകലേക്ക് മാറ്റി നിർത്തി. ആ സിം കാർഡ് എവിടെയാണ്? ഉസ്മാൻ തിരക്കി. നട്ടലിൽ ഒരു കുത്തു കിട്ടിയതുപോലെ ഞെട്ടിപ്പോയി പരശുറാം. ആ നിമിഷം ആദിക്ക് ജോൺ കുരിശിങ്ങലിൻ്റെ ഫോൺ വന്നു. ആദി, സുപ്രീംകോടതി വിധി നമ്മുടെ പ്രതീക്ഷകളെ തകിടം മറിച്ചിരിക്കുകയാണ്. പുതിയ ഡാം അനുവദിച്ചിട്ടില്ല. ജലനിരപ്പ് ഉയർത്തുകയും ചെയ്യാം. അത് കേട്ട് ആദി നടുങ്ങി. പ്രക്ഷോഭകരമായ ഒരു സമരരംഗം അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു. ആദിയുടെ മുഖത്ത് പെട്ടെന്നുണ്ടായ ഞെട്ടലും തുടർന്നുണ്ടായ നിരാശയും ശ്രദ്ധിച്ചു നിൽക്കുകയായിരുന്നു ലിജോ. സാജനും അവർക്കരികിലേക്ക് വന്നു. എന്താടാ? ഉദ്യോഗത്തോടെ ലിജോ തിരക്കി. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പ്രശ്നത്തിൽ വിധി വന്നു, ആദ്യം അറിയിച്ചു. ഇത്രയും കാലം നമ്മൾ സമരം ചെയ്തതും ഉത്കണ്ഠപ്പെട്ടതുമൊക്കെ വെറുതെയായി. ഇപ്പോഴുള്ള ഡാമിന് യാതൊരു ബലക്ഷയവുമില്ലെന്ന്, പുതിയ ഡാം വേണ്ടെന്ന്, വെള്ളത്തിൻ്റെ അളവ് ഇനിയും ഉയർത്താമെന്ന്. ലിജോയും സാജനും അമ്പരപ്പോടെ പരസ്പരം നോക്കി. ഇനി ആവോ? അവൻ കൈമലർത്തി. അപ്പോൾ തെല്ലകലെ DYSP ഉസ്മാൻ അൻസാരിയുടെ മുന്നിൽ പതർച്ചയോടെ നിൽക്കുകയായിരുന്നു പരശുറാം. സാറ് ചോദിച്ചതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഏത് സിം കാർഡ്? ഉസ്മാൻ അയാളുടെ കണ്ണുകളിലേക്ക് നോട്ടം കുത്തി നിർത്തി. ദേവനായകത്തിൻ്റെ ബോഡിയിൽ നിന്ന് കിട്ടിയ ഫോണിലെ സിം, അതായത് ഇപ്പോൾ എൻ്റെ പോക്കറ്റിൽ കിടക്കുന്നത്. അതിനെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. അത് ഞാനെങ്ങനെ അറിയും സാർ? ആദ്യം അത് കിട്ടിയത് സാറിൻ്റെ കയ്യിൽ തന്നെയല്ലേ? പരശുറാം രോഷം കടിച്ചമർത്തി. അപ്പോൾ നിങ്ങൾക്കൊന്നും അറിയില്ല? ഇല്ല. ഓക്കെ, കം വിത്ത് മീ. പരശുറാമിൻ്റെ പുരികം ചുളിഞ്ഞു. ഉസ്മാൻ അൻസാരി ASI ബ്രിട്ടാസിനെ വിളിച്ച് എന്തോ നിർദ്ദേശിച്ചു. പിന്നെ കുറച്ച് പോലീസുകാരെ അവിടെ ഡ്യൂട്ടിക്കിട്ടിട്ട് പരശുറാമിനെയും കൂട്ടി ഇന്നോവയിൽ കയറി. നേരെ തൊട്ടടുത്ത CI ഓഫീസിലേക്കാണ് വാഹനം പോയത്. പരശുറാം ഇരിക്കി. ഉസ്മാൻ CIയുടെ സീറ്റിൽ അമർന്നുകൊണ്ട് എതിരെ കിടന്ന കസേരയിലേക്ക് കൈ ചൂണ്ടി. സംശയത്തോടെ പരശുറാമും ഇരുന്നു. മുഖവരിയില്ലാതെ ചോദിക്കുന്നതും അതിന് തൃപ്തികരമായ ഉത്തരം കിട്ടുന്നതുമാണ് എനിക്കിഷ്ടം, ഉസ്മാൻ അൻസാരി ഗൗരവത്തിൽ പറഞ്ഞു. ഇന്നലെ എപ്പോഴാണ് ദേവനായകത്തെ നിങ്ങൾ അവസാനമായി കണ്ടത്? രാവിലെ. അപ്പോൾ സാറും അവിടെ വന്നിരുന്നല്ലോ. അതിനുശേഷം കണ്ടിട്ടേയില്ല? ഉസ്മാൻ മേശപ്പുറത്തിരുന്ന ഒരു ഫയലെടുത്ത് വെറുതെ മറിച്ചു. ഇല്ല സാർ. ഇനി മാറ്റി പറയാൻ ഇടവരരുത്. നോ സാർ. നേരത്തെ പുഞ്ചിരിയോടെ ഉസ്മാൻ ഫയൽ അടച്ചു വെച്ചു. തുടർന്ന് കൈമുട്ടുകൾ മേശപ്പുറത്തൊന്നി മുന്നോട്ട് വെച്ചു. അത് പോട്ടെ, ദേവനായകത്തിൻ്റേത് സൂയിസൈഡോ അതോ മർഡറോ? തൻ്റെ കാഴ്ചപ്പാടിൽ എന്ത് തോന്നുന്നു? പരശുറാം ജാഗരൂകനായി. അയാളുടെ കൺപീലികൾ വല്ലാതൊന്ന് വെട്ടി. ഇനിയുള്ള ഓരോ വാക്കും വളരെ സൂക്ഷ്മതയോടെ ഉപയോഗിക്കണം. മർഡറാണെന്ന് ക്ലാരിഫൈ ചെയ്യത്തക്കതൊന്നും എനിക്ക് ലഭിച്ചിട്ടില്ല സാർ. സംശയം? അതിനായിട്ടും ഒന്നും. ഉസ്മാൻ തലയാട്ടി. പക്ഷേ അയാൾ ആ മരക്കൊമ്പിൽ എങ്ങനെ കുരുക്കിട്ടു? കയറി നിൽക്കാൻ ഒന്നും ഉപയോഗിച്ച ലക്ഷണവുമില്ലല്ലോ. മരത്തിൽ കയറി കാണും സാർ അയാൾ. ശരി. ഉസ്മാൻ അൻസാരി എഴുന്നേറ്റു. നമ്മുടെ ചർച്ച അവിടെ വെച്ചായാൽ മീഡിയ അത് ശ്രദ്ധിക്കും. അതാണ് ഇങ്ങോട്ട് പോകുന്നത്. കമോൺ, നമുക്കൊരിക്കൽ കൂടി അവിടേക്ക് പോകാം. അയാൾ പറഞ്ഞു നിർത്തിയ നിമിഷം സെൽഫോൺ ശ്രദ്ധിച്ചു. ഉസ്മാൻ അതെടുത്തു. കിട്ടിയോ ബ്രിട്ടാസ്? കിട്ടി സാർ. എങ്കിൽ ഞാൻ വരുന്നു. ഇത്തവണ ഇന്നോവ അവിടെ ഇട്ടിട്ട് നടന്നാണ് അവർ ബസ് സ്റ്റാൻഡിലേക്ക് പോയത്. ജനങ്ങൾ കുറേയൊക്കെ പോയി കഴിഞ്ഞിരുന്നു. ദേവനായകത്തിൻ്റെ ജീപ്പ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. പരശുറാം സാറിൻ്റെ മുഖമെന്താ കടന്നിൽ കുത്തിയതുപോലെ? ഹോട്ടൽ ആരിഭവൻ്റെ വരാന്തയിൽ നിൽക്കുകയായിരുന്ന സാജൻ കൈ ചൂണ്ടി. ആദ്യം ലിജോയും അവിടേക്ക് ശ്രദ്ധിച്ചു. പലതും മനസ്സിലൊളിപ്പിക്കാനുണ്ടെങ്കിൽ മുഖം ഒരിക്കലും തെളിയത്തില്ല സാജ, ആദി പറഞ്ഞു. അപ്പോഴേക്കും ഉസ്മാൻ അൻസാരിയും പരശുറാമും ദേവനായകൻ തൂങ്ങി നിൽക്കുന്ന മരച്ചൂട്ടിലെത്തിയിരുന്നു. പെട്ടെന്ന് ബ്രിട്ടാസ് ഒരു മനുഷ്യനെ അവർക്ക് മുന്നിലെത്തിച്ചു. കുമളിയിലെ ഒരു ചുമട്ട് തൊഴിലാളിയായിരുന്നു അയാൾ. എന്താ തൻ്റെ പേര്? ഉസ്മാൻ തിരക്കി. കുമാരൻ. തനിക്ക് മരത്തിൽ കയറാൻ അറിയാമോ? കുമാരനൊന്ന് പരുങ്ങി. താൻ പേടിക്കണ്ട, ഞങ്ങൾക്കൊരു കാര്യത്തിൻ്റെ ഡെമോൺസ്ട്രേഷൻ നടത്തി നോക്കാനാ. ഉസ്മാൻ മുഖത്ത് ചിരി വരുത്തി. അതോടെ കുമാരന് ധൈര്യമായി. അബു സലീം ഒരു ലുങ്കിയും മണൽ നിറച്ച ഒരു സിഗരറ്റ് കവറും കൊണ്ടുവന്നു. ഉസ്മാൻ അൻസാരി സിഗരറ്റ് കവർ വാങ്ങി തുറന്നു നോക്കി. പിന്നെ അതിൻ്റെ ഭാരം പരിശോധിച്ചിട്ട് കുമാരൻ്റെ പോക്കറ്റിൽ ഇട്ടുകൊടുത്തു. ഇതവിടെ കിടക്കട്ടെ. തുടർന്ന് ലുങ്കിയും പിരിച്ചു കെട്ടാൻ പാകത്തിലാക്കി അയാളെ ഏൽപ്പിച്ചു. ഇനി താനിയെ മരത്തിൽ കയറി ദേവനായകൻ കുരുക്കിട്ട ഭാഗത്ത് തന്നെ ഒരു കെട്ടുണ്ടാക്കണം. കുമാരൻ്റെ നെറ്റി ചുളിഞ്ഞു. മാധ്യമപ്രവർത്തകർ പോകാൻ ഭാവിക്കുകയായിരുന്നു. ഈ ഒരുക്കങ്ങൾ കണ്ട് അവർ വീണ്ടും അടുത്തുകൂടി. ലുങ്കി പിടിച്ചിരുന്ന കുമാരൻ്റെ കൈകളിൽ ഒരു വിറയൽ ബാധിച്ചു. സാർ, ഞാൻ മരക്കയറ്റക്കാരനല്ല. അത് സാരമില്ല, ഇങ്ങനെയുള്ളവരെയാണിവിടെ ആവശ്യം. നിങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റും കയറ്റക്കാരൻ ആയിരുന്നില്ലല്ലോ. അത് കേട്ടപ്പോൾ പരശുറാം ശക്തമായി ഒന്ന് നടുങ്ങി. കേറടോ, ലെനിൻ ആലക്കോടൻ കുമാരനോട് നിർദ്ദേശിച്ചു. ആദിയും മറ്റും വീണ്ടും അവിടേക്ക് വന്നു. ചാനലുകാരുടെ ക്യാമറ കണ്ണുകൾ തുറന്നു. പെട്ടെന്നൊരു ഇരയെ കിട്ടിയ സന്തോഷം അവരിൽ പ്രതിഫലിച്ചു. കുമാരൻ മരത്തിൽ കയറാൻ തുടങ്ങി. അധികം വണ്ണമില്ലാത്ത മരമായിരുന്നതിനാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി. എങ്കിലും കുമാരൻ വല്ലവിധേനയും അതിൻ്റെ ശിഖരത്തിൽ കയറിപ്പറ്റി. പക്ഷേ മരത്തിൽ തൂക്കിയിരുന്ന ബോർഡുകളിൽ ഒരെണ്ണം അതിനിടെ ഇളകി താഴെ വീണു.
ഉസ്മാൻ അൻസാരിയുടെ കണ്ണുകളിൽ ഒരു തിളക്കം മിന്നി. കുമാരൻ മരത്തിൻ്റെ ശിഖരത്തിൽ കാലുറപ്പിച്ചപ്പോഴേക്കും അത് ഒരു വശത്തേക്ക് ചാഞ്ഞു. പേടിക്കാണ്ടോ, താൻ വീഴുകയാണെങ്കിൽ ഞങ്ങൾ പിടിച്ചോളാം. ഉസ്മാൻ ചുറ്റും നോക്കി. ആദിയെയും ലിജയെയും മറ്റും കണ്ടു. ഇങ്ങോട്ട് വാടാ, അയാൾ വിളിച്ചു. അവർ വന്ന് മരത്തിൻ്റെ ചുവട്ടിൽ നിന്നു. കുമാരൻ മരത്തിൽ ബാലൻസ് പിടിച്ചുകൊണ്ട് ശിഖരത്തിൽ ലുങ്കി കെട്ടാൻ ശ്രമിച്ചു. പക്ഷേ ഒറ്റ കൈകൊണ്ട് അതിനായില്ല. ഒരു കാൽ മരത്തിൽ ചുറ്റിക്കൊണ്ട് അയാൾ മുന്നോട്ട് കുനിഞ്ഞു. 2 കൈകൾ കൊണ്ടും ലുങ്കി കെട്ടി. പക്ഷേ പോക്കറ്റിൽ കിടന്ന സിഗരറ്റ് പാക്കറ്റ് വഴുതി തറയിൽ വീണു. തൻ്റെ കണക്കുകൂട്ടൽ ശരിയാണെന്നൊരു ഭാവം ഉസ്മാൻ്റെ മുഖത്തുണ്ടായി. മതിയടോ, ഇനി താൻ ഇറങ്ങിക്കോ. അയാൾ പിന്തിരിഞ്ഞു. പിന്നെ പരശുറാമനെ നോക്കി. രക്തം മുഴുവൻ വാർന്നു പോയ മുഖത്തോടെ നിൽക്കുകയായിരുന്നു അയാൾ. ഇപ്പോൾ താൻ എന്തു പറയുന്നു? ദേവനായകം മരത്തിൽ കയറിയാണിത് ചെയ്തതെങ്കിൽ ഇങ്ങനെയൊക്കെ നടന്നേനെ. പരസ്യ ബോർഡ് ഇളകുകയും സെൽഫോൺ താഴെ വീഴുകയും ചെയ്തേനെ. ആമൈ കറക്റ്റ്? ശബ്ദം താഴ്ത്തിയാണ് ഉസ്മാൻ പരശുറാമനോട് തിരക്കിയത്. യെസ് സർ, അയാൾ ചുണ്ടനക്കി. അപ്പോൾ മരിക്കാൻ ദേവനായകത്തെ ആരോ സഹായിച്ചിട്ടില്ലേ? ജീപ്പ് നീക്കിയിട്ട് അതിൻ്റെ ബോണറ്റിൽ കയറി നിന്നാൽ ഇതൊക്കെ ചെയ്തു കൊടുക്കാം. പിന്നെ ജീപ്പ് മാറ്റിയാൽ മതിയല്ലോ. സാർ, അതിനിപ്പം ക്ലിയർ മർഡർ, കടുപ്പിച്ച് പറഞ്ഞിട്ട് അയാൾ തിരിച്ചു നടന്നു. പരശുറാം വരൂ. സാർ, മീഡിയക്കാർ ഉസ്മാനെ വളഞ്ഞു. ഒരു റിപ്പോർട്ടർ മൈക്രോഫോൺ നീട്ടിപ്പിടിച്ചുകൊണ്ട് തിരക്കി. ഇതൊരു കൊലപാതകമാണെന്ന് താങ്കൾ സംശയിക്കുന്നുണ്ടോ? ഉസ്മാൻ ആ റിപ്പോർട്ടറെ ആപാദചൂട ഒന്ന് നോക്കി. താൻ പാർട്ടി ചാനലിൻ്റെ ആളാണ് അല്ലേ? അതെന്താ സാർ അങ്ങനെ? അയാൾ പുരികം ചുളിച്ചു. വെറുതെ, ഉസ്മാൻ പുഞ്ചിരിച്ചു. പിന്നെ തൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം. ലോകത്ത് നടക്കുന്ന 90% മരണവും കൊലപാതകത്തിൻ്റെ ലിസ്റ്റിൽപ്പെടുത്താം. പക്ഷേ അങ്ങനെ പരിഗണിക്കപ്പെടുന്നത് മാത്രം. ആദ്യം വൃദ്ധരായ ആളുകളുടെ മരണമെടുക്കാം. മക്കളവരെ വേണ്ട വിധത്തിൽ നോക്കാതിരിക്കുക, അല്ലെങ്കിൽ കൂലിക്ക് ആളിനെ വെച്ച് നോക്കാതിരിക്കുക. രണ്ടും ഒരു തരത്തിൽ കൊലപാതകത്തിലേക്കുള്ള ചൂണ്ടുപലകയാണ്. മക്കൾ നേരിട്ട് അങ്ങനെ ചെയ്യുന്നില്ലെന്നേയുള്ളൂ. എല്ലാവരും കാതു കൂർപ്പിച്ചു. ഉസ്മാൻ തുടർന്നു. ഇനിയൊരു രോഗിയുടെ മരണമെടുത്താലോ? ഡോക്ടർ അയാൾക്ക് കൃത്യമായ രോഗനിർണയം നടത്തുന്നില്ല, അല്ലെങ്കിൽ വിദഗ്ധ ചികിത്സ നൽകുന്നില്ല. അതിനെയൊക്കെ ഒരു തരത്തിൽ കൊലപാതക കാരണങ്ങളായി വ്യാഖ്യാനിച്ചുകൂടെ? ബന്ധുക്കൾ അയാളെ സഹായിക്കാതിരിക്കുകയോ സർക്കാർ ഹോസ്പിറ്റലിൽ അയാൾക്ക് മരുന്ന് ലഭിക്കാതിരിക്കുകയോ ചെയ്താലും അതൊരു കൊലപാതകമല്ലേ? സർക്കാർ ഉൾപ്പെടെയുള്ള മറ്റുള്ളവർ അറിയാതെ തന്നെ ആ രോഗിയെ കൊല്ലുകയല്ലേ? ചിലപ്പോൾ ആത്മാവ് തന്നെ സ്വന്തം വിരക്തിയാൽ ശരീരങ്ങളെ കൊന്നു രക്ഷപ്പെടുന്നുണ്ട്. റിപ്പോർട്ടർ സ്തബ്ധനായി നിന്നുപോയി. ഇതെന്തൊരു ഭ്രാന്ത് എന്ന ഭാവത്തിൽ. സാർ, എന്തൊക്കെയാണ് ഈ പറയുന്നത്? പരശുറാമിൻ്റെ ചോദ്യം കേട്ട് മുന്നോട്ട് നടക്കുകയായിരുന്ന ഉസ്മാൻ പെട്ടെന്ന് നിന്നു. തനിക്കൊന്നും പിടികിട്ടിയിട്ടില്ലേ? ഇല്ല സാർ, പിടികിട്ടാൻ പാടില്ല. അങ്ങനെ വന്നാൽ ചാനലുകാർ സ്വന്തം നിഗമനങ്ങളിൽ വാർത്ത പ്രചരിപ്പിച്ചോളും. അക്കൂട്ടത്തിൽ ചിലപ്പോൾ ചില സത്യങ്ങളും ഉയർന്നു വരും. അപ്പോഴും പരശുറാമിനൊന്നും മനസ്സിലായില്ല. വീണ്ടും CI ഓഫീസർ അവിടെ എത്തി. പരശുറാം, ഇനി നമുക്ക് കൊലയാളികളെക്കുറിച്ച് മാത്രം സംസാരിക്കാം. അങ്ങനെ കേസന്വേഷണം നടത്തുന്നതാണ് ഉചിതം. പരശുറാം മിണ്ടിയില്ല. അപ്പോൾ ഉസ്മാൻ തിരക്കി. ആരായിരിക്കും ദേവനായകത്തെ കൊന്നത്? സാർ, അതിപ്പോൾ അതിന് മാത്രം അയാൾക്ക് ശത്രുക്കളാരും? ഉസ്മാൻ അൻസാരി അമർത്തിയൊന്ന് മൂളി. പിന്നെ എഴുന്നേറ്റ് ജനാലയ്ക്ക് അരികിൽ പോയി നിന്നു. ഈ ആദ്യം എങ്ങനെ? അയാൾ ദേവനായകുമായി അത്ര രസത്തിലല്ലായിരുന്നു എന്ന് കേട്ടല്ലോ. പരശുറാമിൻ്റെ ഉള്ളിൽ ഒരു ചൂണ്ട കുരുങ്ങി. ഇപ്പോൾ വേണമെങ്കിൽ തനിക്ക് ആദിയെ ഇതിലേക്ക് വലിച്ചിടാം. പക്ഷേ പഴയ കാര്യങ്ങൾ എന്തെങ്കിലും അവൻ വിളിച്ചു പറഞ്ഞാൽ? ഇപ്പോൾ തന്നെ എന്തൊക്കെയാണ് അവൻ ഉസ്മാൻ സാറിനോട് പറഞ്ഞിരിക്കുന്നതെന്നും അറിയില്ല. താൻ എന്താ ചിന്തിക്കുന്നത്? ഉസ്മാൻ്റെ ശബ്ദം അയാളെ ഉണർത്തി. അല്ല സാർ, ദേവനായകത്തെ കൊല്ലാൻ മാത്രമുള്ള ശത്രുത അവർ തമ്മിലുണ്ടായിരുന്നെന്ന് തോന്നുന്നില്ല. യുവർ കറക്റ്റ്. അവനല്ലാതെ ചെയ്തത്. എനിക്കും അതുറപ്പുണ്ട്. യഥാർത്ഥ കൊലയാളിയെയും അയാളുടെ സഹായികളെയും പറ്റി എനിക്ക് സൂചന കിട്ടിയിട്ടുണ്ടോ? അമ്പരന്ന് പോയി പരശുറാം. ഉസ്മാൻ തൻ്റെ സെൽഫോൺ എടുത്തു. അത് ലൗഡ് സ്പീക്കറിൽ ഇട്ടിട്ട് ടേപ്പ് ചെയ്തിരുന്ന ശബ്ദശകലങ്ങൾ ഓൺ ചെയ്ത് മേശപ്പുറത്ത് പരശുറാമിൻ്റെ തൊട്ടു മുന്നിൽ വെച്ചു. ഹലോ. ആ ശബ്ദം ദേവനായകത്തിൻ്റെതാണെന്ന് പരശുറാം തിരിച്ചറിഞ്ഞു. താൻ ഏത് കോപ്പിൽ പോയി കിടക്കുമായിരുന്നല്ലോ? ആ ഉസ്മാൻ കഴിവേറി തന്നെ പൊക്കിയെന്ന് ഞാൻ കരുതിയല്ലോ. വേർത്തലയ്ക്കിൽ നിന്നുള്ള ചോദ്യം. മുല്ലപ്പെരിയാർ ഡാം അടർന്ന് തൻ്റെ ശിരസിലേക്ക് പതിച്ചതുപോലെ കിടുങ്ങിപ്പോയി പരശുറാം. തൻ്റെ ശബ്ദം. അടിമുടി ഒരു വിറയലോടെ അയാൾ ഉസ്മാൻ അൻസാരിയെ നോക്കി. അയാൾ ഒന്നും ശ്രദ്ധിക്കാതെ ഭാവത്തിൽ വീണ്ടും ജനാലയ്ക്ക് നേരെ നടന്നു. ജനാല ചില്ലിൽ പരശുറാമിൻ്റെ ഭാവങ്ങളുടെ പ്രതിബിംബം അയാൾ ശ്രദ്ധിച്ചു. ഈ ഫോൺ തനിയെയങ്ങ് ഓഫായിരുന്നെങ്കിൽ, അതാണ് പരശുറാം അപ്പോൾ പ്രാർത്ഥിച്ചത്. എന്നാൽ അകലെ ഏതോ ഗുഹയിൽ നിന്ന് പ്രതിധ്വനിക്കുന്ന പോലെ ആ ശബ്ദം വീണ്ടും കേട്ടുകൊണ്ടിരുന്നു. എന്നെ ആരും പൊക്കിയില്ല സാർ. ദേവനായകത്തിൻ്റെ പതറിയൊച്ച. ഒരു അത്യാവശ്യ കാര്യത്തിന് എനിക്ക് കട്ടപ്പന വരെ പോകേണ്ടി വന്നു. വേണ്ടടോ, താനിനി ഒന്നും ഒളിക്കാൻ നോക്കണ്ട. ഇത്രയും നേരം താൻ ഉസ്മാൻ്റെ കസ്റ്റഡിയിലായിരുന്നെന്ന് എനിക്കറിയാം.
താൻ എന്തൊക്കെ അയാളോട് പറഞ്ഞെന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല സാർ. അതെന്തുമാകട്ടെ, ഇപ്പോൾ താൻ നേരെ വരേണ്ടത് എൻ്റെ അടുത്തേക്കാണ്. വല്ലതും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് മറുപടി കണ്ടുപിടിച്ചേ പറ്റൂ. ഇവിടെ ഞങ്ങൾ എല്ലാവരുമുണ്ട്. ഞാൻ വരാം. ശബ്ദം നിലച്ചു. ഉസ്മാൻ തിരികെ വന്ന് ഫോൺ കട്ട് ചെയ്ത് പോക്കറ്റിലിട്ടു. എൻ്റെ അരികിൽ നിന്ന് പോരുമ്പോൾ താൻ ദേവനായകത്തിന് മടക്കി കൊടുത്ത അയാളുടെ ഫോൺ കോൾ ഡൈവേർട്ട് ചെയ്തിരുന്നു പരശുറാം. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് ഈ കഴിവേറിക്ക് അറിയാമായിരുന്നു കേട്ടോ. പ്രാണവായുവിന് വേണ്ടി പിടയുന്നതിനേക്കാൾ പാരിവശ്യത്തിൽ ഒരു തുള്ളി ഉമിനീരിനു വേണ്ടി പരശുറാം പിടഞ്ഞു. നാവും തൊണ്ടയുമെല്ലാം എപ്പോഴേ വറ്റിവരണ്ടു പോയിരുന്നു. അയാൾ എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷേ കഴിയുന്നില്ല. പരശുറാം, ഇടിവെട്ടുന്ന ഒച്ചയിൽ ഉസ്മാൻ്റെ ശബ്ദമുയർന്നു. മേശപ്പുറത്ത് കയറി ഇരുന്നു കൊണ്ട് അയാൾ പരശുറാം ഇരുന്ന കസേരയുടെ 2 കൈപ്പിടികളിലും കാലുയർത്തി വെച്ചു. പരശുറാം അയാളുടെ കാലുകൾക്കുള്ളിലായി. നീ പഠിച്ച പാഠങ്ങൾക്കും ചെയ്തിട്ടുള്ള പ്രവൃത്തികൾക്കും അപ്പുറമാണ് എൻ്റെ ചിന്തയും നീക്കങ്ങളും. അതുകൊണ്ട് ഇനി എന്നിൽ നിന്ന് ദയാദാക്ഷിണ്യമോ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെന്ന പരിഗണനയോ പ്രതീക്ഷിക്കരുത്. തരില്ല ഞാൻ. കാക്കിയുടെ വില മാത്രമല്ല, സ്വന്തം കൂടപ്പിറപ്പുകളെ പോലും ഇല്ലാതാക്കുന്ന നിന്നെപ്പോലെയുള്ളവർ അതിനർഹരല്ല. ആ ശബ്ദം പരശുറാമിൻ്റെ കാതുകളിൽ പ്രകമ്പനം തീർത്തു. അറിയാതെ അയാളുടെ തല കുനിഞ്ഞു. ഉസ്മാൻ ആ താടി പിടിച്ചുയർത്തി. ഇനി പറഞ്ഞോ. അതിനുശേഷം ദേവനായകം ആരെയും വിളിച്ചിട്ടില്ല. ആ സിം കാർഡ് ഉപയോഗിച്ചിട്ടില്ല. എന്തൊക്കെയാണ് സംഭവിച്ചത്? അതൊക്കെ ഞാനെങ്ങനെ അറിയും? പരശുറാം പ്രതിരോധിക്കാൻ ശ്രമിച്ചു. ആ ക്ഷണം പരശുറാമിൻ്റെ കവിളടക്കം ഉസ്മാൻ ഒറ്റയടിയായിരുന്നു. പടക്കം പൊട്ടുന്ന ഒച്ചയിൽ അയാളുടെ ചുണ്ട് പൊട്ടി ചോര കിനിഞ്ഞു. പുറത്തുണ്ടായിരുന്ന പോലീസുകാർ ഹാഫ് ഡോറിന് മുന്നിലേക്ക് ഓടിയെത്തി. അകത്തെ രംഗം കണ്ട് അവർ നടുങ്ങി. പറയടോ, നിൻ്റെയൊക്കെ മുന്നിലെത്തിയ ദേവനായകത്തിന് എന്തു പറ്റി? ആരൊക്കെയാണ് നിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്? ഉസ്മാൻ്റെ വാക്കുകൾ ഇരുമ്പാണികളായി തുളഞ്ഞു കയറി. ഞാൻ തീയിൽ വീണതുപോലെ പരശുറാം പൊള്ളിപ്പിടഞ്ഞു. എടാ ഉസ്മാനെ! പെട്ടെന്ന് വാതിൽക്ക് നിന്നൊരു ഗർജനം. അയാൾ തലയുയർത്തി. കഥ തുടരും.